കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നുള്ളൊരു ദുരന്ത വാർത്ത കൂടി ഈ സമയത്ത് വരുന്നുണ്ട്. ആ വാർത്തയിലേക്ക് ഒന്ന് ഇടപെടുകയാണ്. കൊട്ടാരക്കരയിൽ സ്കൂളിലേക്ക് പോകാൻ നിന്ന വിദ്യാർത്ഥികൾക്ക് അപകടം നേരിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ടിപ്പർ ലോറി അപകടത്തിൽ കാരണമായി അത് മറിഞ്ഞു എന്നുള്ള ആദ്യ വിവരങ്ങളാണ് ലഭിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കരയിലാണ് സംഭവം. അതിൻ്റെ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. സ്കൂളിലേക്ക് പോകാൻ നിന്ന കുട്ടികൾക്കാണ് അപകടത്തിൽ പെട്ടത്. അതിൻ്റെ എത്രമാത്രം കാര്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊക്കെ വിവരങ്ങൾ വരേണ്ടതുണ്ട്. കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നുള്ള അതിദാരുണമായിട്ടുള്ള സംഭവമാണ്, ഞെട്ടിക്കുന്ന സംഭവമാണ്. രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങി തിരിച്ച വിദ്യാർത്ഥികളാണ്, അവർക്കാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കൊട്ടാരക്കരയിൽ നിന്നുള്ള അപകട വാർത്ത ഇപ്പോൾ രാവിലെ വരുന്നു. ഈ ടിപ്പർ മറിഞ്ഞു കഴിഞ്ഞാൽ അതിനടിയിൽ 4 വിദ്യാർത്ഥികൾ പെട്ടു എന്നാണ് പറയുന്നത്. ആ വിദ്യാർത്ഥികളെ പുറത്തെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണ്ണ് കയറ്റി വന്ന ലോഡുമായെത്തിയ ടിപ്പറാണ് ഇങ്ങനെയൊരു അപകടത്തിൽപ്പെട്ടത്. എന്താണ് അപകടത്തിൻ്റെ കാരണം, എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതൊക്കെ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്താണെങ്കിലും കൊട്ടാരക്കരയിൽ നിന്ന് രാവിലെ അതിദാരുണമായിട്ടുള്ള ചില വാർത്ത വരുന്നു. സ്കൂളിലേക്ക് പോകാൻ നിന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ടിപ്പർ ലോറി മറിഞ്ഞുള്ള അപകടം സംഭവിക്കുന്നത്. അതിൻ്റെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം എത്രത്തോളമാണ് എന്നുള്ളതൊക്കെ കാത്തിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾക്കായി കൊട്ടാരക്കര നീലേശ്വരത്താണ് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറിയെന്നാണ് വിനീഷ് നമുക്ക് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ബസ് കാത്തുനിന്ന കുട്ടികൾക്ക് മുകളിലേക്ക് അത് മറിഞ്ഞു. കുട്ടികൾ ടിപ്പറിനടിയിൽ അകപ്പെട്ടു എന്നാണ് പറയുന്നത്. കുട്ടികളെ പുറത്തിറക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത്. കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികൾക്കാണ്. ഇതിൽ 5 വിദ്യാർത്ഥികളെ ഈ ടിപ്പറിനടിയിൽപ്പെട്ട 5 വിദ്യാർത്ഥികളെ പുറത്തിറക്കാൻ കഴിഞ്ഞു എന്ന വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അതാണ് ആശ്വാസകരം. എന്താണെങ്കിലും വലിയൊരു അപകടം രാവിലെ കൊട്ടാരക്കര നീലേശ്വരത്ത് സംഭവിച്ചിരിക്കുന്നു. കൊട്ടാരക്കര നീലേശ്വരത്തിനുള്ള വിവരങ്ങളാണ്. വിനീഷ് ഉടൻ തന്നെ ചേരുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും അവിടെ രക്ഷാപ്രവർത്തനം ത്വരിതമായി തുടരുകയാണ്. വളരെ വേഗത്തിൽ ആ വിവരങ്ങളിലേക്ക് നമ്മൾ കടക്കും. കൊട്ടാരക്കര നീലേശ്വരത്താണ് നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ഇങ്ങനെ ബസ് കാത്തു നിന്ന സ്കൂളിലേക്ക് പോകാൻ നിന്ന വിദ്യാർത്ഥികൾക്ക് നേരെ മറിയുന്നത്, വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് മറിയുന്നത്. നമുക്ക് ഊഹിക്കാം, ഒരു ലോഡ് മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറി, അതിൻ്റെ ഭാരവും അതിൻ്റെ അപകടമുണ്ടാക്കുന്ന ആഘാതമൊക്കെ നമുക്ക് ഊഹിക്കാം. അപ്പോൾ എന്താണെങ്കിലും ഞെട്ടിക്കുന്നതാണ്, വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് രാവിലെ വരുന്നത്. കുട്ടികളെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു. 5 പേരെ പുറത്തെടുത്തു എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ബസ് കാത്തു നിന്ന കുട്ടികളുടെ മുകളിലേക്കാണ് ഈ വാഹനം മറിഞ്ഞു വീണത്. കുട്ടികൾ ടിപ്പറിനടിയിൽ അകപ്പെട്ടു എന്ന് അവിടെ നിന്നും ദൃക്സാക്ഷികളും നാട്ടുകാരും ഒക്കെ പറയുന്നു. അങ്ങനെ അങ്ങേയറ്റം അങ്ങേയറ്റം ഞെട്ടിക്കുന്ന സാഹചര്യമാണ് കൊട്ടാരക്കര നീലേശ്വരത്ത്. രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയ വിദ്യാർത്ഥികൾ ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ടിപ്പർ മറിഞ്ഞാണ് ഈ അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട് ടിപ്പർ സ്കൂൾ കുട്ടികളുടെ മുകളിലേക്ക്, അതായത് അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡിൽ ബസ് വെയിറ്റിംഗ് സ്റ്റോപ്പിൽ അവിടെ കാത്തു നിന്ന കുട്ടികളുടെ മുകളിലേക്കാണ് നിയന്ത്രണം വിട്ട ആ ലോറി മറിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ തന്നെ അങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികളടക്കം 5 പേരാണ് ഈ അപകടത്തിൽ പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിനീഷ് വിവരങ്ങൾ ചേരുന്നുണ്ട്. വിനീഷ്, ഞെട്ടിക്കുന്ന അപകടമാണോ, വലിയ അപകടമാണോ, എന്താണ് സാഹചര്യം? എത്ര പേരുണ്ട് ഈ അപകടത്തിൽപ്പെട്ടത്? എങ്ങനെയാണ് അപകടം? എന്തോ അല്പസമയം മുന്നേ ആയിരുന്നു അപകടമുണ്ടായത്. ഇത് കൊട്ടാരക്കര മുക്കോണിമുക്ക് സ്ഥലമാണ്, നീലേശ്വരത്തുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ടിപ്പർ ലോറി പാഞ്ഞു കയറി അപകടം ഉണ്ടായിരിക്കുന്നത്. ബസ് കാത്തു നിന്ന വിദ്യാർത്ഥികളുടെ വേഗത്തേക്കാണ് ഈ ടിപ്പർ പാഞ്ഞു കയറിയത്. ഉടൻ തന്നെ ഒരു മതിലിലേക്ക് ഇടിച്ചാണ് അപകടവും സംഭവിച്ചത്. അതുകൊണ്ട് മണ്ണിനടിയിൽപ്പെട്ട സാഹചര്യമാണ് ഉള്ളത്. 3 കുട്ടികളുടെ മൃതശരീരങ്ങളാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. 7ലധികം പേർ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. എന്തായാലും ഈ ടിപ്പർ ഓടിച്ചിരുന്ന ഡ്രൈവർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയ സാഹചര്യമാണ് ഉള്ളത്. വലിയൊരു അപകടമാണ് സംഭവിച്ചത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്, സ്കൂൾ ദിവസമാണ്. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു.
അപ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് ഒരു റോഡ് താഴത്തേക്ക് വരുന്നുണ്ട്, ഒരു വളവുമാണ്. അപ്പോൾ അങ്ങനെ വന്ന വാഹനമാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവരിലേക്ക് ഇടിച്ചു കയറിയതെന്നാണ് അറിയുന്നത്. പക്ഷേ തൊട്ടടുത്ത് ഒരു ബൈക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. ബൈക്ക് യാത്രി തൊട്ടടുത്ത് സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചതായിട്ടാണ് അറിയുന്നത്. എന്തായാലും 7 കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവരെ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിരവധി ആൾക്കാരെ ഇപ്പോഴും മണ്ണിൽ നിന്നും കണ്ടെടുക്കുന്ന ഒരു സാഹചര്യമാണ് എന്തോ ഉള്ളത്. വളരെ ദുഃഖകരമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതായത് വിനീഷ്, ഈ വണ്ടി പാഞ്ഞു കയറുകയായിരുന്നു, അത് നിയന്ത്രണം വിട്ട് അത് മറിയുകയായിരുന്നു, എന്താണ് സാഹചര്യം ഉണ്ടായത്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് നിഗമനമുണ്ടോ? അമിത വേഗതയിലായിരുന്നു വണ്ടി എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വളവാണ്. വളവ് ഭാഗത്താണ് ഇവർ ബസ് കാത്തു നിൽക്കുകയും ചെയ്തത്. അങ്ങനെ വാഹനം വളവ് തിരിഞ്ഞു വന്നപ്പോഴാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് വിദ്യാർത്ഥികളിലേക്ക് വാഹനം ഇടിച്ചു കയറിയതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. തൊട്ടടുത്തുള്ള ഒരു മതിലും ഇടിച്ച് തകർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മതിൽ നിന്നുള്ള മണ്ണും ഈ കുട്ടികളുടെ ദേഹത്തേക്ക് വീണ സാഹചര്യത്തിൽ കല്ലും കട്ടയും അടക്കം വീണ് കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം അടക്കം JCB അടക്കം സ്ഥലത്തെത്തി ആ മണ്ണുകൾ നീക്കം ചെയ്യുന്നു. രക്ഷാപ്രവർത്തനം നടക്കുന്നു. പോലീസും ഫയർഫോഴ്സും എല്ലാം ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇനി അധികം യൂണിറ്റുകൾ എത്താനുള്ള സാഹചര്യമുണ്ട്. കാരണം ഈ മണ്ണിനടിയിൽ വീണ്ടും ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികളാണ് ഏറെയും. 7ലധികം വിദ്യാർത്ഥികൾ തന്നെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. നാട്ടുകാരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൊട്ടാരക്കര പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. എൽദോ, വിനീഷ് സൂചിപ്പിച്ചത് 3 മൃതദേഹങ്ങൾ പുറത്തെടുത്തു എന്ന് തന്നെയല്ലേ? അതായത് 3 മരണം സ്ഥിരീകരിക്കാമോ? തീർച്ചയായും 3 കുട്ടികൾ മരിച്ചതായിട്ട് തന്നെയാണ് വിവരം. മണ്ണിനടിയിൽ നിന്നും 3 കുട്ടികളുടെ മൃതശരീരങ്ങൾ ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനിയും കുട്ടികൾ മൃതശരീരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. അത്തരത്തിലുള്ള തെരച്ചിലുകളാണ് നടത്തുന്നത്. JCB ഉപയോഗിച്ച് മണ്ണുകളെല്ലാം തന്നെ നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള ശ്രമകരമായ ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊട്ടാരക്കര നീലേശ്വരം മുക്കോണിമുക്ക് എന്ന ഒരു സ്ഥലത്താണ് ഈ തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കൊല്ലത്താണ് ബസ് സ്റ്റോപ്പിലേക്ക് ഇത്തരത്തിൽ ടിപ്പർ പാഞ്ഞു കയറി അപകടമുണ്ടായത്. കൊട്ടാരക്കരയിൽ അവിടെ വിനീഷ് സൂചിപ്പിച്ചത് നീലേശ്വര അപകടം സംഭവിക്കുമ്പോൾ വിദ്യാർത്ഥികൾ അവിടെ ലോറിക്കടിയിൽ പെടുന്ന സാഹചര്യമാണ്. അമിത വേഗമാണ് ആ മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറിക്ക് ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ആ ഡ്രൈവർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. എന്നാലും 3 കുട്ടികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തു എന്നാണ് വിനീഷ് പറയുന്നത്. 4 കുട്ടികളെ ആകെ പുറത്തെടുത്തിട്ടുണ്ട്. 5 പേരുടെ 3 കുട്ടികൾ മരിച്ചു. ബസ് കാത്തു നിന്ന കുട്ടികൾക്ക് മുകളിലേക്കാണ് മറിഞ്ഞത്. കൂടുതൽ പേരുണ്ടോ എന്നുള്ളതാണ് ആശങ്ക. മണ്ണിനടിയിൽ മണ്ണ് കയറ്റി വന്ന ലോറിയാണ്. അതിനടിയിൽ ആളുകൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. എന്തായാലും കൂടുതൽ പരിശോധന നടത്തുകയാണ്. 5 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നുണ്ട്. 5 പേരുടെ നില ഗുരുതരമാണ്. കൂടുതൽ പേർ കുടുങ്ങിയെന്നും പരിശോധന തുടരുന്നു. അങ്ങനെ വലിയൊരു അപകടമാണ്. രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങിയ വിദ്യാർത്ഥികൾ, ഒപ്പം അവിടെ കാത്തുനിന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത് നിന്ന മുതിർന്ന ചിലർ, അവർക്കൊക്കെയാണ് അപകടമുണ്ടായത്. അപകടം നേരിട്ടത് രാവിലെ തന്നെ മണ്ണ് കയറ്റി വന്ന ആ ടിപ്പർ മറിഞ്ഞു. വേഗ കൂടുതലാണ് ആ ലോറിക്കുണ്ടായിരുന്നത് എന്ന് കണ്ടെന്നവർ പറയുന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. തൊട്ടു മുമ്പാണ് ഈ കൊട്ടാരക്കര നീലേശ്വരത്ത് ഈ ടിപ്പർ ലോറി മറിഞ്ഞിങ്ങനെ ഒരു അപകടമുണ്ടായത്. വിനീഷ് തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. വിനീഷ്, ഈ അപകടം നടന്ന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു? വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സൊക്കെ എത്തിയിരുന്നു? വിനീഷ്, കേൾക്കാമോ? അതായത് ഈ വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ കഴിഞ്ഞിരുന്നു. അവിടെ ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണോ അത്? തീർച്ചയായും ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയ്ക്ക് സമാനമായി പോകുന്ന കൊട്ടാരക്കരയിൽ നിന്നും വരുന്ന ഒരു പാതയാണ്. ഈ ഒരു ഇടറോഡ് കൂടിയാണ്. അപ്പം മറ്റ് ഗ്രാമപ്രദേശങ്ങളിലേക്കെല്ലാം പോകുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. നിരവധി ആൾക്കാർ താമസിക്കുന്ന പ്രധാന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഒരു ജംഗ്ഷൻ ഉണ്ട്. മുക്കോണിമുക്ക് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. നീലേശ്വരം മുക്കോണിമുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായി വലിയൊരു റോഡ് തന്നെ കടന്നു പോകുന്നുണ്ട്. ആ റോഡിൽ നിന്നും ഇറങ്ങി വന്ന വാഹനമാണ് വളവ് തിരിഞ്ഞു വന്നപ്പോഴാണ് ടിപ്പർ ലോറി ഈ ഒരു അപകടത്തിൽ പെട്ടതായിട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളിലേക്ക് ഇടിച്ചു കയറിയ സാഹചര്യം ഉണ്ടായത്.
എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു വരുന്നുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. 3 വിദ്യാർത്ഥിനികളുടെ മൃതശരീരമാണ് മണ്ണിനടിയിൽ നിന്നും എടുത്തത്. ബാക്കിയുള്ള